നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തബല വിദ്വാൻ ഉസ്താദ് സാക്കിർ ഹുസൈന് വിട. അന്ത്യം ഹൃദയ സംബന്ധമായ രോഗത്തെ തുടർന്ന് അമേരിക്കയിൽ ചികിത്സയിലിരിക്കെ. വിടവാങ്ങിയത് തബലയെ ലോകപ്രശസ്തിയിലേക്ക് ഉയർത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച പ്രതിഭ. ഹൗസ് ഡ്രൈവർ, ലേബർ പ്രൊഫഷണലുകൾ ഒഴികെ മുഴുവൻ ജോലികൾക്കും പ്രവേശന പരീക്ഷ നിർബന്ധമാക്കി സൗദി അറേബ്യ. പരീക്ഷ നിർബന്ധമാക്കിയത് അഗ്രികൾച്ചറൽ എക്യുപ്മെന്റ്, മെക്കാനിക്, ഓട്ടോ മെക്കാനിക്, ബ്ലാക്ക് സ്മിത്ത് തുടങ്ങി 174 തസ്തികകളിൽ. പൊടിപടലം കാരണം ദൂരക്കാഴ്ച കുറയുമെന്ന് കുവൈറ്റ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ദൂരപരിധി 1 കിലോമീറ്ററിൽ താഴെ എത്തിയേക്കാം. വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം. ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പറുകൾ ചോർന്ന വിഷയത്തിൽ നടപടി കടുപ്പിച്ച് സർക്കാർ. നാളെ വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം. ചോർച്ചയ്ക്ക് പിന്നിൽ ഭരണകക്ഷി അധ്യാപക സംഘടനകളെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. വിഴിഞ്ഞം വയബിലിറ്റി ഗ്യാപ് ഫണ്ട് നിബന്ധനയിൽ മാറ്റമില്ലെന്ന് കേന്ദ്ര സർക്കാർ. 2034 മുതൽ വരുമാനത്തിന്റെ 20% പങ്കുവയ്ക്കണം. കേന്ദ്രത്തിന്റെ 817 കോടി രൂപ ഗ്രാന്റായി അനുവദിക്കണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യം തള്ളി. പ്രശസ്ത തബലിസ്റ്റ് ഉസ്താദ് സാക്കിർ ഹുസൈൻ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഹൃദയ സംബന്ധമായ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് അത്യാഹിത വിഭാഗത്തിലായിരുന്നു. രക്തസമ്മർദ്ദവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അദ്ദേഹത്തെ അലട്ടിയിരുന്നു. അടുത്ത സുഹൃത്തും പുല്ലാങ്കുഴൽ വിദഗ്ധനുമായ രാകേഷ് ചൗരസിയാണ് മരണവാർത്ത സ്ഥിരീകരിച്ചത്. കഥക് നർത്തകിയും അധ്യാപികയുമായ ആന്റോണിയ മിന്നക്കൊലയാണ് ഭാര്യ. അനീഷ ഖുറേഷിയും ഇസബെല്ല ഖുറേഷിയുമാണ് മക്കൾ. ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിന് അതുല്യ സംഭാവനകൾ സമ്മാനിച്ച വ്യക്തിയാണ് ഉസ്താദ് സാക്കിർ ഹുസൈൻ. 6 പതിറ്റാണ്ട് നീണ്ട സംഗീതയാത്രയിൽ ഗ്രാമി പുരസ്കാരങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തെ തേടിയെത്തിയത് നിരവധി അംഗീകാരങ്ങളാണ്. സാക്കിർ ഹുസൈന്റെ വിയോഗത്തോടെ നഷ്ടമായത് തലമുറകളെ തന്റെ വിരലുകളിലെ മാന്ത്രികത കൊണ്ട് കോരിത്തരിപ്പിച്ച പ്രതിഭയെയാണ്. ലോകം വിസ്മയത്തോടെ നോക്കിയിരുന്ന ആ വിരലുകൾ ഇനി ചലിക്കില്ല. ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിന് മികച്ച സംഭാവനകൾ നൽകി അദ്ദേഹം വിടവാങ്ങി. 1951 മുംബൈയിലാണ് സാക്കിർ ഹുസൈൻ ജനിച്ചത്. പിതാവ് അള്ളാറാഖയിൽ നിന്നും തബലയുടെ ആദ്യ പാഠങ്ങൾ പഠിച്ചു തുടങ്ങിയ അദ്ദേഹം 12 വയസ്സ് മുതൽ കച്ചേരികൾ അവതരിപ്പിക്കാൻ തുടങ്ങി. അന്നു മുതൽ ഇങ്ങോട്ട് തബലയും താളവും സംഗീതവുമായിരുന്നു ആ ജീവിതം മുഴുവൻ. മുംബൈ സെന്റ് സേവിയേഴ്സ് കോളേജിലെ പഠനം പൂർത്തിയാക്കിയ സാക്കിർ ഹുസൈൻ 1970 അമേരിക്കയിൽ സിത്താർ മാന്ത്രികൻ രവിശങ്കറിനൊപ്പം 18ാമത്തെ വയസ്സിൽ കച്ചേരി അവതരിപ്പിച്ചു. പിന്നീടങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ഐതിഹാസിക പോപ്പ് ബാൻഡ് ദ ബീറ്റ്സിൽ ഉൾപ്പെടെ നിരവധി പാശ്ചാത്യ സംഗീതജ്ഞരുമായി സഹകരിച്ചു. 1999 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നാഷണൽ എൻഡോമെന്റ് ഫോർ ആർട്സ് നാഷണൽ ഹെറിറ്റേജ് ഫെലോഷിപ്പ് നേടി. രാജ്യം പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നിവ നൽകി ആദരിച്ചു. മൺട്രോ, മിസ്റ്റർ ആൻഡ് മിസസ് അയ്യർ, വാനപ്രസ്ഥം എന്നിവ ഉൾപ്പെടെ കുറച്ച് സിനിമകൾക്ക് സംഗീതം നൽകി. ഹീറ്റ് ആൻഡ് ഡസ്റ്റ്, ദ പെർഫെക്റ്റ് മർഡർ, മിസ് ബ്യൂട്ടീസ് ചിൽഡ്രൻ, സാസ് എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ടി.വി. സൗദി അറേബ്യയിലേക്കുള്ള കൂടുതൽ തൊഴിലുകളിൽ പരീക്ഷ നിർബന്ധമാക്കി. ഹൗസ് ഡ്രൈവർ, ലേബർ പ്രൊഫഷണലുകൾ ഒഴികെ മുഴുവൻ ജോലികൾക്കും അതാത് രാജ്യങ്ങളിൽ നിന്ന് തന്നെ പരീക്ഷ നിർബന്ധമാക്കിയിട്ടുണ്ട്. 174 തൊഴിലുകൾക്ക് ഇതോടെ സൗദിയിലേക്ക് വരാൻ വിസയിൽ പ്രവേശന പരീക്ഷ നിർബന്ധമാണ്. അഗ്രികൾച്ചർ എക്യുപ്മെന്റ്, മെക്കാനിക്, ഓട്ടോ മെക്കാനിക്, ബ്ലാക്ക് സ്മിത്ത് തുടങ്ങി 174 തസ്തികകളിലേക്കാണ് പരീക്ഷ നിർബന്ധമാക്കിയിട്ടുള്ളത്. അതേസമയം കേരളത്തിൽ ഓട്ടോ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രിക് ഡിവൈസ് മെയിൻ്റനൻസ് ടെക്നീഷ്യൻ, ഓട്ടോ മെക്കാനിക്, HVAC മെക്കാനിക്, പവർ കേബിൾ കണക്ടർ തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് ടെസ്റ്റിന് സൗകര്യമുണ്ട്.
കുവൈറ്റിൽ പൊടിപടലം കാരണം ദൂരക്കാഴ്ച കുറയുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ചിലയിടങ്ങളിൽ ദൂരപരിധി 1 കിലോമീറ്ററിന് താഴെ എത്തിയേക്കാം. വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. രാജ്യത്ത് ഇന്നലെ മുതൽ താപനില കുറയുകയാണ്. കാലാവസ്ഥ പകൽ തണുപ്പും രാത്രിയിൽ അതിശൈത്യവുമായിരിക്കും. ചില പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് കാർഷിക മരുഭൂമി പ്രദേശങ്ങളിൽ മഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. നേരിയതോ മിതമായതോ ആയ വേഗതയുള്ള വടക്കു പടിഞ്ഞാറൻ കാറ്റ് ചില സമയങ്ങളിൽ സജീവമാണ്. ഇത് താപനില കുറയുന്നതിനും തണുപ്പ് വർദ്ധിക്കുന്നതിനും ചില പ്രദേശങ്ങളിൽ മഞ്ഞ് രൂപപ്പെടുന്നതിനും കാരണമാണ്. ഇന്ന് കുവൈറ്റ് സിറ്റിയിലെ കുറഞ്ഞ താപനില 6 ഡിഗ്രിയും കൂടിയ താപനില 17 ഡിഗ്രിയുമാണ്. ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത് സാൽമിയയിൽ 0.2 ഡിഗ്രി സെൽഷ്യസ് ആണ്. ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പറുകൾ ചോർന്ന വിഷയത്തിൽ നടപടി കടുപ്പിച്ച സർക്കാർ. നാളെ വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരും. അധ്യാപകർ, യൂട്യൂബ് ചാനൽ പ്രതിനിധികൾ എന്നിവരിൽ നിന്നും മൊഴിയെടുക്കും. പോലീസ് അന്വേഷണത്തിന് പുറമെ ചോദ്യപേപ്പർ അച്ചടിച്ചതിലും വിതരണത്തിലുമടക്കം വീഴ്ചയുണ്ടായോ എന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പരിശോധിക്കും. ക്രിസ്മസ് പരീക്ഷയുടെ +1 10ാം ക്ലാസ് ചോദ്യപേപ്പറുകൾ ചോർന്നതിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം ആരംഭിച്ചു. അധ്യാപകരുടെ സ്വകാര്യ ട്യൂഷൻ സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദ്യാഭ്യാസ ഡയറക്ടർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. തിങ്കളാഴ്ച മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരും. സ്വകാര്യ ട്യൂഷൻ സെന്ററുകളുമായി ബന്ധമുള്ള അധ്യാപകർക്കുള്ള നടപടികളും യോഗം ചർച്ച ചെയ്യും. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത് മുതൽ വിതരണം ചെയ്യുന്നതുവരെ എവിടെയാണ് വീഴ്ച സംഭവിച്ചതെന്ന് വിശദമായി വിദ്യാഭ്യാസ വകുപ്പ് പരിശോധിക്കും. ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളും സ്വീകരിക്കും. കഴിഞ്ഞ ദിവസമാണ് MS സൊല്യൂഷൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ +1 കണക്കിന്റെയും 10ാം ക്ലാസ് ഇംഗ്ലീഷ് പരീക്ഷയുടെയും ചോദ്യപേപ്പറുകൾ ചോർന്നത്. പരീക്ഷയുടെ ചോദ്യങ്ങൾ അതേപടിയായിരുന്നു യൂട്യൂബ് ചാനലിൽ വന്നത്. ചോദ്യങ്ങൾ എങ്ങനെ ചോർന്നു എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. ചോദ്യക്കടലാസ് തയ്യാറാക്കുന്നതിലും അച്ചടിയിലുമൊക്കെ രഹസ്യ സ്വഭാവമുണ്ടെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിശദീകരണം. എന്നാൽ നിയമ നടപടികളുമായി സഹകരിക്കുമെന്നാണ് യൂട്യൂബ് ചാനൽ MS സൊല്യൂഷൻ വ്യക്തമാക്കുന്നത്. നിലവിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ സംസ്ഥാന പോലീസ് മേധാവിക്കും സൈബർ സെല്ലിനും പരാതി നൽകിയിട്ടുണ്ട്. ചോദ്യക്കടലാസ് തയ്യാറാക്കുന്ന അധ്യാപകരോ വിതരണം ചെയ്യുന്ന BRC ജീവനക്കാരോ ചോർത്തി നൽകാനുള്ള സാധ്യതയാണുള്ളത്. ചോദ്യപേപ്പർ പരീക്ഷയ്ക്ക് മുൻപായി സ്കൂളിൽ എത്തിക്കുമെന്നതിനാൽ അവിടെ നിന്ന് ചോരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ചോദ്യപേപ്പർ ചോർച്ചയിൽ കടുത്ത നടപടി വേണമെന്നാണ് CPIയുടെയും ആവശ്യം. അതേസമയം ചോദ്യപേപ്പർ ചോർന്നത് എങ്ങനെയെന്ന് കണ്ടെത്തുക എളുപ്പമാകില്ലെന്നാണ് വിദ്യാഭ്യാസ വിദഗ്ധർ പറയുന്നത്. കാരണം 10ാം ക്ലാസ്സിലെയും +1ലെയും പരീക്ഷാ ചോദ്യങ്ങൾ തയ്യാറാക്കുന്നത് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ്. ഏറെ പേർ ഇടപെടുന്ന ഈ പ്രക്രിയ മുഴുവൻ പരിശോധിക്കുക എളുപ്പമല്ലെന്നാണ് ഇവരുടെ വാദം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കില്ല. MP-മാർക്ക് നൽകിയ കാര്യപരിപാടികളുടെ പട്ടികയിൽ ബിൽ അവതരണമില്ല. നേരത്തെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരുന്ന കാര്യപരിപാടിയിൽ 13, 14 ഇനങ്ങളിലായി ബിൽ അവതരണം ഉൾപ്പെടുത്തിയിരുന്നു. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ 2034 മുതൽ ഒന്നിച്ച് നടത്താനുള്ള വ്യവസ്ഥകളുമായാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ തയ്യാറാക്കിയിരിക്കുന്നത്. വ്യാഴാഴ്ച കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയ ബിൽ നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ ബിൽ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കില്ല. ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്താൻ ലക്ഷ്യമിടുന്ന ആർട്ടിക്കിൾ 82A അവതരിപ്പിക്കുന്നതിനോടൊപ്പം പാർലമെന്റിന്റെയും നിയമസഭകളുടെയും പൂർണ്ണ കാലാവധി ഉറപ്പുവരുത്തുന്ന തരത്തിൽ ആർട്ടിക്കിൾ 83, ആർട്ടിക്കിൾ 172 തുടങ്ങിയവയിൽ ഭേദഗതി വരുത്താനും ബിൽ ലക്ഷ്യമിടുന്നുണ്ട്. ഒപ്പം ഡൽഹി, ജമ്മു കശ്മീർ, പുതുച്ചേരി എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പും ഒരേ സമയം നടത്തുന്നതിനുള്ള ബില്ലുമാണ് സഭയിൽ കൊണ്ടുവരിക. കരട് ബില്ലുകൾ അനുസരിച്ച് ഒരു പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ലോക്സഭയുടെ ആദ്യ സിറ്റിംഗിൽ രാഷ്ട്രപതി വിജ്ഞാപനം ചെയ്യുന്ന നിശ്ചിത തീയതിയിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പ്രാബല്യത്തിൽ വരും. അതേസമയം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ ആരോപണങ്ങൾ തള്ളി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും രംഗത്തെത്തി. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഫെഡറൽ തത്വങ്ങളെ തകർക്കുമെന്ന ആരോപണത്തിൽ കഴമ്പില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് അനുവദിക്കുന്ന വയബിലിറ്റി ഗ്യാപ് ഫണ്ട് നിബന്ധനയിൽ മാറ്റം വരുത്താനാകില്ലെന്ന് കേന്ദ്രം. കേരളത്തിന്റെ ആവശ്യം അംഗീകരിക്കാനാകില്ലെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ അറിയിച്ചു. 2034 മുതൽ വരുമാന വിഹിതത്തിന്റെ 20% പങ്കുവയ്ക്കണം. വിഴിഞ്ഞം പദ്ധതിക്ക് തത്വത്തിൽ അംഗീകാരം നൽകുമ്പോൾ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നതായും സർബാനന്ദ സോനോവാൾ പറഞ്ഞു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് കേന്ദ്ര സർക്കാർ നൽകുന്ന 817.8 കോടിയുടെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ലാഭവിഹിതമായി തിരികെ നൽകണമെന്ന വ്യവസ്ഥയിൽ ഇളവ് വേണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. ഇതിലാണ് കേന്ദ്രം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. വരുമാന വിഹിതം പങ്കുവയ്ക്കണമെന്നുള്ള നിലപാടിൽ പിന്നോട്ടില്ല. VGF നിബന്ധനയിൽ മാറ്റമുണ്ടാകില്ല.
തൂത്തുക്കുടി സർക്കാരിന്റെ കീഴിലുള്ള തുറമുഖമാണെന്നും തൂത്തുക്കുടി മാതൃക വിഴിഞ്ഞത്ത് നടപ്പാക്കാനാകില്ലെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. കേന്ദ്രത്തിന്റേത് വിവേചനപരമായ നിലപാടാണെന്നും ഈ നിലപാട് മാറ്റണമെന്നും സംസ്ഥാന തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. അപ്പോൾ കേരളത്തോട് മാത്രം വിവേചനാപരമായ സമീപനം സ്വീകരിക്കുന്നത് ശരിയല്ല എന്നുള്ള വിധത്തിൽ വീണ്ടും നമ്മൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ കത്തയച്ചിട്ടുണ്ട്. അത് വീണ്ടും ഗൗരവമായി പരിഗണിച്ച് ഗ്രാൻഡായി തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെ രാജ്യസഭാ MP ഹാരിസ് ബീരാന്റെ ചോദ്യത്തിനാണ് കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. ഇളവ് തേടി കേരളം നൽകിയ കത്തുകൾ ഉന്നതാധികാര സമിതി യോഗങ്ങൾ പരിശോധിച്ചതാണെന്നും ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ അറിയിച്ചു. വിഴിഞ്ഞം പദ്ധതിക്കായി കേന്ദ്രം നൽകുന്ന തുക വായ്പയായി വ്യാഖ്യാനിച്ചാൽ പലിശയടക്കമുള്ള തിരിച്ചടവ് സംസ്ഥാനത്തിന് വലിയ ബാധ്യതയാകുമെന്ന് കാട്ടി മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV. ഇടുക്കിയിൽ ഇസ്രായേൽ സാങ്കേതിക വിദ്യയിൽ ഒരുക്കിയ ജലസേചന പദ്ധതി ഉപയോഗശൂന്യമായി. കരുണാപുരം, നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തുകളിലാണ് പദ്ധതി തയ്യാറാക്കിയത്. കടുത്ത വരൾച്ച നേരിടുന്ന തമിഴ്നാട് അതിർത്തി മേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ജലലഭ്യത ഉറപ്പുവരുത്തുകയായിരുന്നു ലക്ഷ്യം. മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് മഴക്കുറവുള്ള അതിർത്തി മേഖലയിൽ ജലലഭ്യത ഉറപ്പുവരുത്താനും മണ്ണ് സംരക്ഷിക്കുന്നതിനുമായി പദ്ധതി തയ്യാറാക്കിയത്. 2021-22 കാലഘട്ടത്തിൽ 3 കോടിയോളം രൂപ പദ്ധതിക്കായി ചിലവഴിച്ചു. തടയണകൾ, വാട്ടർ ഷെഡുകൾ, കുഴൽക്കിണർ റീചാർജിംഗ്, കിണർ റീചാർജിംഗ്, കല്ല് കയ്യാലകൾ തുടങ്ങി വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ പദ്ധതിയുടെ ഭാഗമായി നടത്തി. ഇസ്രായേൽ ടെക്നോളജിയിൽ നിർമ്മിച്ച ഷീറ്റ് ഉപയോഗിച്ചായിരുന്നു മൺചിറകളും വാട്ടർ ഷെഡുകളും പണിതത്. കരുണാപുരം കറ്റേക്കാനത്ത് 3 കർഷകർ സൗജന്യമായി വിട്ടുകൊടുത്ത ഭൂമിയിൽ 15 ലക്ഷം ലിറ്റർ വെള്ളം ഉൾക്കൊള്ളുന്ന തടയണയും പണിതു. എന്നാൽ നിർമ്മാണം പൂർത്തീകരിച്ച് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ തടയണയിൽ വിള്ളലുകൾ വീണു. ആവശ്യമായ വെള്ളം നിലവിലിവിടെ ശേഖരിക്കാനാകുന്നില്ല. വിവിധ വാർഡുകളിലായി നിർമ്മിച്ച വാട്ടർ ഷെഡുകളെല്ലാം തന്നെ ഉപയോഗശൂന്യമാണ്. ഇവയിലും വെള്ളം ശേഖരിക്കാൻ കഴിയില്ല. ഉണ്ടാക്കിയതിനകത്ത് ഡിഫക്റ്റ്, അതിനകത്ത് നിർമ്മാണത്തിനുണ്ടായ അപാകത മൂലം അതിനകത്ത് വെള്ളം നിൽക്കുന്നില്ല. പുള്ളി വെള്ളം ഒരു 10-20 ദിവസം കഴിയുമ്പോഴത്തേനും വെള്ളം നിറഞ്ഞാലും അത് വറ്റിപ്പോവാം. യാതൊരു പ്രയോജനമില്ല. എൻ്റെ പറമ്പ് അത്രയും സ്ഥലം പോയതല്ലാതെ യാതൊരു ഇല്ല. അതിനകത്ത് ശരിക്കും ക്രമക്കേടുണ്ടായിരുന്നെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനകത്ത് അന്ന് അറിഞ്ഞിട്ടുള്ള ചില ഉദ്യോഗസ്ഥന്മാർ അവിടെ അത് നല്ല രീതിയിൽ ചെയ്യുന്ന കാര്യത്തിൽ ഉള്ള ഒരു വീഴ്ച വരുത്തിയിട്ടുണ്ട്. മഴക്കുറവുള്ള അതിർത്തി മേഖലയിലെ കർഷകർക്ക് വലിയ പ്രതീക്ഷയേകിയ പദ്ധതിയാണ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം നശിച്ചത്. നടത്തിപ്പിലെ കെടുകാര്യസ്ഥത സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും ഇതും കാര്യക്ഷമമല്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവിന്റെ വിവാദ പ്രസംഗത്തിൽ ഇടപെട്ട് സുപ്രീംകോടതി. ജഡ്ജി ശേഖർ കുമാർ യാദവിനെ സുപ്രീംകോടതി കൊളീജിയം വിളിച്ചു വരുത്തും. ചൊവ്വാഴ്ച നേരിട്ട് കൊളീജിയത്തിന് മുന്നിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. കഴിഞ്ഞ ഞായറാഴ്ച ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ വിശ്വഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച ചടങ്ങിലായിരുന്നു ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിന്റെ വിവാദ പരാമർശം. ഭൂരിപക്ഷ സമുദായത്തിന്റെ ഇഷ്ടപ്രകാരമാകും രാജ്യം പ്രവർത്തിക്കുകയെന്നാണ് ജഡ്ജി പറഞ്ഞത്. ഏകീകൃത സിവിൽ കോഡ്, ബഹുഭാര്യത്വം ഉൾപ്പെടെയുള്ള വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ച യാദവ് ഒരു സമുദായം കുട്ടികളെ അഹിംസയും കാരുണ്യവും സഹിഷ്ണുതയും പഠിപ്പിക്കുമ്പോൾ മറ്റൊരു സമുദായം കുട്ടികളുടെ മുന്നിലിട്ട് മൃഗങ്ങളെ കശാപ്പു ചെയ്യുകയാണെന്നും പറഞ്ഞിരുന്നു. परिवार में भी देखिए, समाज में भी देखिए, जहां पर अधिक लोग होंगे जो कहते हैं उसी को माना जाता है. लेकिन आप जबरदस्ती करेंगे आप कि नहीं साहब हम तो ये मान के चलेंगे. लेकिन मैं क्या आपको बता दूं, ये जो जिनकी हम बात कर रहे हैं सब बुरे नहीं है, वो सब बुरे भी नहीं है. ये जो कुरीतियां या बुराइयां जो हम आपको बता रहे हैं वो भी मानते हैं बुराइयां हैं. പരിപാടിയിൽ ജഡ്ജി നടത്തിയ പരാമർശങ്ങൾക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നത്. ശേഖർ കുമാർ യാദവ് നടത്തിയ വിവാദ പ്രസംഗത്തിന്റെ വിശദാംശങ്ങൾ ഹാജരാക്കാൻ അലഹബാദ് ഹൈക്കോടതിയോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നു. ജഡ്ജിയെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള പ്രമേയത്തിന് അനുമതി തേടി പ്രതിപക്ഷ പാർട്ടികൾ രാജ്യസഭാ സെക്രട്ടറി ജനറലിന് കത്ത് നൽകിയതിനിടയിലാണ് സുപ്രീംകോടതിയുടെ പുതിയ നീക്കം. ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിന്റെ പ്രസംഗം വിവാദമായതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ ചുമതലകളിൽ അലഹബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മാറ്റം വരുത്തി. പ്രധാന കേസുകൾ കേൾക്കുന്നതിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കി. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിനെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV. ജിദ്ദ കേരള പൗരാവലി അബീർ മെഡിക്കൽ ഗ്രൂപ്പിന്റെ സഹകരണത്തോടെ സൗദിയിൽ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന, എന്നാൽ സ്വന്തം കാര്യം പലപ്പോഴും മറന്നുപോകുന്ന ജീവകാരുണ്യ പ്രവർത്തകർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി ഏർപ്പെടുത്തിയ കമ്മ്യൂണിറ്റി പ്രീമിയം പ്ലസ് പ്രിവിലേജ് കാർഡിന്റെ പ്രകാശനം നടന്നു. അബീർ മെഡിക്കൽ ഗ്രൂപ്പ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ അഹമ്മദ് ആലുങ്കൽ ജിദ്ദ കേരള പൗരവലി ചെയർമാൻ കബീർ കൊണ്ടോട്ടിക്ക് നൽകി പ്രിവിലേജ് കാർഡിന്റെ പ്രകാശനം നിർവഹിച്ചു. ജിദ്ദ കേരള പൗരവലിയുടെ വെൽഫെയർ വിങ്ങുമായി ബന്ധപ്പെട്ട് സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നവർക്ക്
നിരവധി ആനുകൂല്യങ്ങളുള്ള കമ്മ്യൂണിറ്റി പ്രീമിയം പ്ലസ് പ്രിവിലേജ് കാർഡ് വിതരണം ചെയ്തു. പൗരാവലി വെൽഫെയർ വിംഗ് കൺവീനർ അലി തേക്കുംതോട്ട്, മറ്റു അംഗങ്ങളായ ഹിഫ്സുറഹ്മാൻ, CH ബഷീർ, അസീസ് പട്ടാമ്പി, അഹമ്മദ് ഷാനി, മഷൂദ് ബാലരാമപുരം, ഫാസിൽ തൊടുപുയ, ജലീൽ കണ്ണമംഗലം, വീരാൻകുട്ടി കൊയ്യസൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തുടർന്നുള്ള ആരോഗ്യ സെമിനാറുകളും പ്രിവിലേജ് കാർഡിന്റെ വിതരണവും ഉണ്ടായിരിക്കുക. ചടങ്ങിൽ ആസ്മ, അലർജി എന്നീ വിഷയങ്ങളിൽ നടന്ന സെമിനാറിന് പ്രമുഖ പൾമനോളജിസ്റ്റ് ഡോക്ടർ അസ്ലം നേതൃത്വം നൽകി. അബ്ദുൽ ജലീൽ ആലുങ്കൽ, അബ്ദുസലാം, ഷരീഫ് അറക്കൽ, മൻസൂർ വയനാട്, സലാഹ് കാരാടൻ, നസീർ വാവക്കുഞ്ഞ് എന്നിവർ സംസാരിച്ചു. ഖാദർ ആലുവ, നാസർ ചാവക്കാട്, ഷമീർ നദവി എന്നിവർ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. റാഫി ഭീമപ്പള്ളി അവതാരകനായിരുന്നു. സാംസ്കാരിക പരിപാടിയിൽ മിർഷ ഷരീഫ്, സോഫിയ സുനിൽ, ബാദുഷ മഞ്ചേരി തുടങ്ങിയവർ ഗാനങ്ങൾ ആലപിച്ചു. സുൽഫിഖ്രോദായി, അമൃത ന്യൂസ്, ജിദ്ദ. സൗദി എറണാകുളം എക്സ്പാട്രിയേറ്റ്സ് ഫെഡറേഷൻ എന്ന സീഫ് 4 വാർഷികം വർണ്ണാഭമായി ആഘോഷിച്ചു. ദമാമിലെ സെയ്ഹാത്ത് ഉമ്മുനബി ഓഡിറ്റോറിയത്തിൽ അരങ്ങേറിയ പരിപാടി സാമൂഹ്യ പ്രവർത്തകൻ നാസ് വക്കം ഉദ്ഘാടനം ചെയ്തു. അൽ ഖൊബാർ ലേബർ ഓഫീസ് ഡയറക്ടർ മൻസൂർ അലി മുഹമ്മദ് അലി മുഖ്യാതിഥിയായിരുന്നു. വർഗീസ് പെരുമ്പാവൂർ അധ്യക്ഷത വഹിച്ചു. അഷ്റഫ് ആലുവ, സക്കീർ അഡിമ, അൻവർ അമ്പാടൻ എന്നിവർ ആശംസകൾ അറിയിച്ചു. സിനിമാ പിന്നണി ഗായിക രഞ്ജിനി ജോസ്, യുവഗായകൻ റഫീഖ് റഹ്മാൻ, ഗായിക മിയക്കുട്ടി എന്നിവർ നയിച്ച ഗാനസല്ലാപം ഏറെ ഇഷ്ടത്തോടെ ആരാധകർ ഏറ്റെടുത്തു. കോമഡി താരങ്ങളായ സുധീർ പറവൂർ, രാജാ സാഹിബ്, മുൻഷി രഞ്ജിത്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കോമഡി പരിപാടികളും നടന്നു. സുനിൽ മുഹമ്മദ്, അഡ്വക്കേറ്റ് നിജാസ്, അജ്മൽ മുഹമ്മദ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ശരണാമൃതം co-powered by Bharat Lachna Multi-State Housing Cooperative Society Limited in association with വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. സ്വാമിയേ ശബരിമല തീർത്ഥാടകർക്കായി ഏർപ്പെടുത്തിയ ഇൻഷുറൻസ് പദ്ധതി നിലവിൽ പ്രാബല്യത്തിലുണ്ടെന്നും തീർത്ഥാടനത്തിനിടെ ആരെങ്കിലും മരണപ്പെട്ടാൽ അയാളുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമെന്നും ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ. ഇതുവരെ കാനനപാതയിൽ ഒരു തീർത്ഥാടകൻ കുഴഞ്ഞു വീണു മരിച്ച സംഭവവും കൊല്ലത്തും തിരുവനന്തപുരത്തിനും ഇടയിൽ ഒരു വാഹനാപകടവും മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. കുഴഞ്ഞു വീണു മരിച്ച ആളുടെ കുടുംബത്തിന് ഇൻഷുറൻസ് തുക ലഭ്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഈ പ്രാവശ്യം ശബരിമല ദർശനത്തിന് വന്നതിൽ മരണപ്പെട്ട ലിസ്റ്റ് വന്നത് കൃത്യമായി പരിശോധിച്ച് ഒരാൾക്ക് 5 ലക്ഷം രൂപ വെച്ച് അവരുടെ ആശ്രിതർക്ക് കിട്ടും. അതിൽ ഇപ്പോൾ ഒരാൾ മാത്രമാണ് നമുക്ക് കാനനപാതയിൽ വെച്ച് കുഴഞ്ഞു വീണ് മരിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഉണ്ടായിട്ടുള്ളത് തിരുവനന്തപുരത്തിനും കൊല്ലത്തിനും ഇടയ്ക്ക് വെച്ചിട്ടുണ്ടായിട്ടുള്ള ഒരു വണ്ടി അപകടമാണ്. അത് മോട്ടോർ ആക്സിഡൻറ്റ് ക്ലെയിം വരും, ഒപ്പം ഈ ക്ലെയിമും വരും. ആ ക്ലെയിം കൃത്യമായി നമ്മൾ കൊടുക്കും. ഇത്തവണ കാര്യമായ മറ്റു രൂപത്തിൽ അപകടങ്ങളോ വലിയ ദുരന്തങ്ങളോ ഒരു മാസ് കാഷ്വാലിറ്റിയോ ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. അതാണ് പൊതുവിലുള്ള അനുഭവങ്ങൾ. ഇങ്ങനെ ശബരിമല തീർത്ഥാടകർക്കായി കൂടുതൽ സ്പെഷ്യൽ ട്രെയിൻ സർവീസുകൾ പ്രഖ്യാപിച്ചു. 5 സ്പെഷ്യൽ ട്രെയിൻ സർവീസുകളാണ് നടത്തുക. ഡിസംബർ 19 മുതൽ ജനുവരി 24 വരെയാണ് ട്രെയിനുകൾ സർവീസ് നടത്തുന്നത്. വിജയവാഡ കൊല്ലം സ്പെഷ്യൽ ഡിസംബർ 21-നും 28-നും, കൊല്ലം കാക്കിനഡ ടൗൺ സ്പെഷ്യൽ ഡിസംബർ 16, 23, 30 തീയതികളിലും സർവീസ് നടത്തും. സെക്കന്ദരാബാദ് കൊല്ലം സ്പെഷ്യൽ ജനുവരി 2, 9, 16 തീയതികളിലും, കൊല്ലം സെക്കന്ദരാബാദ് സ്പെഷ്യൽ ജനുവരി 4, 11, 18 തീയതികളിലുമാണ് സർവീസ് നടത്തുക. ഇരുപത്തിയൊൻപതാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ വർണ്ണാഭമായ പങ്കാളിത്തമാണ്. മലയാള സിനിമകൾ ഉൾപ്പെടെ നിരവധി ചിത്രങ്ങളാണ് 3-ാം ദിനവും പ്രേക്ഷകരുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായത്. സിനിമയുമായി ബന്ധപ്പെട്ട സംവാദങ്ങളിലും കലാപരിപാടികളിലുമെല്ലാം പങ്കെടുത്ത് ഉത്സവലഹരിയിലാണ് ഡെലിഗേറ്റുകൾ. ചലച്ചിത്രമേളകളിൽ തിയേറ്ററുകളെല്ലാം ഹൗസ്ഫുൾ ആണ്. തിയേറ്ററുകൾക്കൊപ്പം ചർച്ചാവേദികളിലും മുഖാമുഖം പരിപാടികളിലുമൊക്കെ ഡെലിഗേറ്റുകളും സിനിമാ പ്രേമികളും സജീവം. പ്രമുഖരായ സംവിധായകരും താരങ്ങളുമൊക്കെ മേളയിലെ പ്രധാന ആകർഷണങ്ങളാണ്. സ്പാനിഷ് ചിത്രം മെമ്മറീസ് ഓഫ് ബേണിംഗ് ബോഡി, ബ്രസീലിയൻ ചിത്രം മാലു, അർജന്റീനയിൽ നിന്നുള്ള അണ്ടർഗ്രൗണ്ട് ഓറഞ്ച് എന്നീ ചിത്രങ്ങളെല്ലാം ഞായറാഴ്ച മേളയുടെ മത്സര വിഭാഗത്തെ സമ്പന്നമാക്കി. ഓരോ ദിവസവും പ്രേക്ഷകരെ കാത്തിരിക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തമായ ചിത്രങ്ങളാണ്. സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന നല്ല നല്ല പടങ്ങൾ കാണുക, ഇതാണ് എൻ്റെ ഉദ്ദേശം. പല പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. അപ്പോൾ ഫിലിം ആകുമ്പോൾ ഒരു വിഷ്വൽ ആയിട്ടുള്ളൊരു മെമ്മറി നമുക്ക് കിട്ടും.
വായിക്കുമ്പോൾ നമ്മളത് കാണുന്നില്ലല്ലോ, വായിക്കുന്നൊരു ഐഡിയ അല്ല അതിൽ കാണുന്നുള്ളൂ, പേപ്പറിലുള്ള ഇമേജസ് മാത്രമേ ഉള്ളൂ. വിഷ്വൽ മീഡിയ ആകുമ്പോൾ കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും, ഇമോഷണലി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അതിനായിട്ട്. പുതിയ ആളുകളെ പരിചയപ്പെടാം, പുതിയ നല്ല നല്ല സിനിമകൾ കാണാം, സന്തോഷം. അത് നമ്മൾ ഒരു തവണ IFFKക്ക് വന്നാൽ പിന്നെ ആ ഒരു ഇഷ്ടം നമുക്ക് പിന്നെയും വരാനായിട്ട് തോന്നും. പുതിയ സിനിമകൾ കാണാൻ പറ്റും, സിനിമയെക്കുറിച്ച് പഠിക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ. സിനിമയിൽ വർക്ക് ചെയ്യണമെന്നാണ് ആഗ്രഹം, അപ്പോൾ അതിനോടുള്ള ആവേശം കാരണം വരുന്നത്. സിനിമ, സൗഹൃദം, കൂടിച്ചേരലുകൾ, അങ്ങനെ നിരവധി കാഴ്ചകളാൽ സമ്പന്നമാണ് ഓരോ IFFK വേദിയും. ചലച്ചിത്രമേളയുടെ ആവേശത്തിന് പൊലിമ കൂട്ടുന്ന സാംസ്കാരിക പരിപാടികൾക്കും മികച്ച പ്രേക്ഷക പങ്കാളിത്തമാണ്. ചലച്ചിത്രമേളയുടെ ഭാഗമായി മാനവീയം വീഥിയിൽ വിവിധ മ്യൂസിക് ബാൻഡുകളുടെ സംഗീത വിരുന്നാണ് ഈ മേളക്കാലത്ത് ഒരുക്കിയിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഒരു കാലത്ത് കറുപ്പും വെളുപ്പും കലർന്ന അഭ്രപാളികളിൽ മനം കവർന്ന നായകനരികിൽ അവർ ഒത്തുകൂടി. മലയാളത്തിന്റെ മഹാനടൻ മധുവിനെ കാണാൻ KR വിജയ, ഉഷാകുമാരി, ചെമ്പരത്തി ശോഭന ഉൾപ്പെടെ ആദ്യകാല നായിക നടിമാർ ഒരുമിച്ചെത്തിയത് അപൂർവ കാഴ്ചയായി. 1960കളിലും 70കളിലും മലയാള സിനിമാ ലോകത്ത് നിറഞ്ഞു നിന്ന നായികമാർ തങ്ങളുടെ പ്രിയ നായകനെ കാണാൻ ഒരുമിച്ചെത്തി. 67 പുറത്തിറങ്ങിയ രമണനിലെ മദനനെ കാണാൻ കാർത്തിയും 72 പുറത്തിറങ്ങിയ ചെമ്പരത്തിയിലെ ബാലചന്ദ്രനെ കാണാൻ ശോഭനയും എത്തിയത് കൗതുക കാഴ്ചയായി. രമണനിൽ കാർത്തിയായി വേഷമിട്ട ഉഷാകുമാരി വർഷങ്ങൾക്ക് ശേഷം മദനനെ കാണാൻ എത്തിയപ്പോൾ നായകന് 90ഉം നായികയ്ക്ക് 80ഉം പിന്നിട്ടു. 64 പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രമായ മണവാട്ടിയിലെ നായിക KR വിജയയും തന്റെ നായകനെ കണ്ട് വിശേഷം പങ്കുവച്ചു. ചെമ്പരത്തി ശോഭനയും കനകദുർഗയും രാജശ്രീയും ഭവാനിയും ഉൾപ്പെടെ തന്റെ നായികമാരെ വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ മഹാനടനും ഏറെ സന്തോഷമായി. പലരുടെയും രൂപവും ഭാവവുമൊക്കെ മാറിയതിനാൽ പേരും സിനിമയും പറഞ്ഞാണ് ഓർമ്മിപ്പിച്ചത്. എല്ലാവരും പറഞ്ഞപ്പോൾ തിരിച്ചറിഞ്ഞു, ഒരു പക്ഷേ ഒറ്റയ്ക്ക് കണ്ടെങ്കിൽ തിരിച്ചറിയില്ലായിരുന്നു. ചിലരെല്ലാം അന്ന് കണ്ടതിന് വളരെ വ്യത്യാസമുണ്ട്, ചിലരൊക്കെ കുറേശ്ശെ അതുപോലെ തന്നെ ഇരിക്കണം. എന്നെക്കാളെ എല്ലാവരും ഹെൽത്തിയാണ്. സോ വെരി ഗുഡ്. ചെമ്പരത്തിയാണ് അഭിനയിച്ചത്, ഭയങ്കര ഹിറ്റായിരുന്നു. അതിൽ ആദ്യമായിട്ട് എൻ്റെ ഫസ്റ്റ് ഷോട്ട് മധു സാറോടാണ്. ഭയങ്കര സന്തോഷമായി. ആ പടത്തിലായിരുന്നു മണവാട്ടി. അതിനുശേഷം ഒരുപാട് പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇനി വരികയാണെങ്കിൽ അദ്ദേഹത്തെ കാണണമെന്നുണ്ടായിരുന്നു. ആശ ഇന്ന് നിറവേറി. இன்னைக்கு மது அவரை பார்க்கணுன்னு இந்த கேரளாவுக்கு வந்தது முதல்ல அவரை பார்த்து தான் மற்ற வேலையெல்லாம் பண்ணணும்னு சொல்லிட்டு அன்னைக்கு இவரை பார்த்ததில் எனக்கு ரொம்ப சந்தோஷமாக இருக்குது. അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മുതിർന്ന നടിമാരെ ആദരിക്കുന്ന ചടങ്ങിന്റെ ഭാഗമായി തലസ്ഥാനത്ത് എത്തിയപ്പോഴാണ് പ്രിയ നടനെ കാണാൻ അദ്ദേഹത്തിന്റെ വസതിയിൽ എല്ലാവരും ഒത്തുകൂടിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിന് 100 ദിന കർമ്മ പദ്ധതിയുമായി കൊച്ചി അമൃത ആശുപത്രി. ക്ഷയരോഗത്തിനെതിരായ പോരാട്ടം ത്വരിതപ്പെടുത്താനുള്ള ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായി 100 ദിന TB നിർമ്മാർജ്ജന ക്യാമ്പയിൻ എറണാകുളം ജില്ലാ TB ഓഫീസർ ഡോക്ടർ സുനിത VM, അമൃത ആശുപത്രി അഡീഷണൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ബീന KV എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ TB സെന്ററിന്റെയും നാഷണൽ യൂത്ത് മൂവ്മെന്റ് AG Nest TBയുടെയും സഹകരണത്തോടെയാണ് ക്യാമ്പയിൻ നടത്തുന്നത്. പ്രമേഹ രോഗികളിൽ ക്ഷയരോഗം നേരത്തെ കണ്ടെത്താനുള്ള ഡയബറ്റിസ് TB ബൈ ഡയറക്ഷണൽ സ്ക്രീനിംഗ് വ്യാപകമാക്കാനുള്ള പദ്ധതിയുടെ സ്വിച്ച് ഓൺ അമൃത ആശുപത്രി അഡീഷണൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ബീന KV, ജനറൽ മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ M ഗോപാലകൃഷ്ണപിള്ള എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഇന്റർനാഷണൽ യൂണിയൻ AG Nest TB ആൻഡ് ലങ് ഡിസീസ് എന്ന രാജ്യാന്തര സംഘടനയുടെ സാങ്കേതിക സഹകരണത്തോടെ ഈ പദ്ധതി ശ്വാസകോശ രോഗ വിഭാഗവും എൻഡോക്രൈനോളജി വിഭാഗവും നിലവിൽ നടത്തിവരുന്നു. TB അതിജീവിതരുടെ സംഗമം, പാലിയേറ്റീവ് കേന്ദ്രങ്ങളും ഹൈ റിസ്ക് വിഭാഗത്തിലുള്ളവർക്കും ക്ഷയരോഗ സ്ക്രീനിംഗ്, ജില്ലാ TB സെന്ററിന്റെ സഹകരണത്തോടെ ബോധവൽക്കരണ ക്ലാസുകൾ, മത്സരങ്ങൾ എന്നിവ കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുന്നു.
ഇന്ത്യ-ഓസ്ട്രേലിയ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ രണ്ടാം ദിനം കളി അവസാനിപ്പിക്കുമ്പോൾ ഓസ്ട്രേലിയ 7 വിക്കറ്റ് നഷ്ടത്തിൽ 405 റൺസ് എന്ന നിലയിൽ. ട്രാവിസ് ഹെഡിന്റെയും സ്റ്റീവൻ സ്മിത്തിന്റെയും സെഞ്ചുറി പ്രകടനമാണ് ഓസ്ട്രേലിയയ്ക്ക് മികച്ച സ്കോർ സമ്മാനിച്ചത്. സ്റ്റീവൻ സ്മിത്ത് 101 ഹെഡ് 152 റൺസും എടുത്തു. 45 റൺസുമായി വിക്കറ്റ് കീപ്പർ അലക്സ് കാരിയും 7 റൺസുമായി മിച്ചൽ സ്റ്റാർക്കുമാണ് ക്രീസിൽ. ഇന്ത്യയ്ക്കായി ജസ്പ്രീത് ബുംറ 5 വിക്കറ്റുകൾ വീഴ്ത്തി. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിൽ കേരളത്തിന് വിജയത്തുടക്കം. കേരളം 3-4 ഗോളുകൾക്ക് ഗോവയെ കീഴടക്കി. 2-ാം മിനിറ്റിൽ ആദ്യ ഗോൾ വഴങ്ങിയെങ്കിലും 15-ാം മിനിറ്റിൽ PT മുഹമ്മദ് റിയാസിലൂടെ കേരളം വല ചലിപ്പിച്ചു. 20-ാം മിനിറ്റിൽ മുഹമ്മദ് അജ്സൽ, 32-ാം മിനിറ്റിൽ നസീബ് റഹ്മാൻ എന്നിവർ ഗോളുകൾ നേടി. 69-ാം മിനിറ്റിൽ ക്രിസ്റ്റി ഡേവിഡ് പന്തുമായി ബോക്സിലേക്ക് കയറി ലീഡ് 4ആക്കി. 76-86 മിനിറ്റുകളിൽ ഷൂബർട്ട് പെരെ 2 ഗോളുകൾ നേടി കേരളത്തെ ഞെട്ടിച്ചെങ്കിലും പിടിച്ചുനിന്നു. ഇതോടെ കേരളം 3 പോയിന്റ് സ്വന്തമാക്കി. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.